നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് ഒക്കെ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ടൂത്ത് പേസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കെമിക്കൽസ് ആണ് കൂടുതൽ. ബ്രഷ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ബ്രഷും കെമിക്കൽ നിറഞ്ഞിട്ടുള്ള ടൂത്ത് പേസ്റ്റും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 6 മാസത്തിൽ കൂടുതൽ നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റില്ല. 6 മാസം കഴിഞ്ഞ് നമ്മൾ ബ്രഷ് കളയണം. അങ്ങനെ നമ്മൾ 6 മാസം കൂടുമ്പോൾ ബ്രഷുകൾ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അത് നമുക്ക് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നു. വലിച്ചെറിയുന്ന ബ്രഷ് മണ്ണ് പോയി അലിഞ്ഞു ചേരില്ല, പ്ലാസ്റ്റിക് ആണ്, അത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നു. ഇനി ടൂത്ത് പേസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ, അതിൻ്റെ അകത്ത് കെമിക്കൽസ് ആണ് കൂടുതലുള്ളത്. ആ കെമിക്കൽസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൂടുതലും കാണുന്നത് കെമിക്കൽസ് ആണ്. ആ പഠനത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈക്ലോസൻ എന്ന് പറയുന്ന കെമിക്കൽ നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കോളൻ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കോളൻ്റെ ഇൻഫ്ലമേഷൻ സംഭവിക്കാനും കോളൻ ക്യാൻസറിനെ വഴിതിരിക്കാനും ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഇത്തരം കെമിക്കലുകൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കെമിക്കലിൻ്റെ ഉപയോഗം നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ, വലിയ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിത്യമായിട്ട് നമ്മൾ അറിയാണ്ട് തന്നെ പലതരത്തിൽ ഇത്തരത്തിൽ കെമിക്കലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ക്യാൻസർ പോലെ ഡിസീസും ഒക്കെ വരാനുള്ള കാരണമായി മാറുന്നുണ്ട്. ചില വ്യക്തികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, അവർ ആരോഗ്യപരമായിട്ട് വളരെ കോൺഷ്യസ് ആയിരിക്കും, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, വ്യായാമം ചെയ്യുന്നുണ്ടാവും, മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് കൂടി അവർക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് കാണാൻ പറ്റും. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരികയും അവർ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ നിത്യജീവിതത്തിൽ ഇത്തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ട്. പേസ്റ്റിൻ്റെ രൂപത്തിലായിട്ടായാലും മറ്റ് മൗത്ത് വാഷിൻ്റെ രൂപത്തിലായിട്ടായാലും ഫേസ് ക്രീമിൻ്റെ രൂപത്തിലായിട്ടും അങ്ങനെ പല രൂപത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കെമിക്കലുകൾ ചെറിയ തോതിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും അത് പോകെ നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള കാരണമാകുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് തന്നെയാണ് ആയുർവേദം പറയുന്നത്. വളരെ മുന്നേ തന്നെ ആയുർവേദം ഈ ഓറൽ ഹൈജീനെ പറ്റി കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചരക സംഹിതയിലായാലും സുഷ്ഠ സംഹിതയിലായാലും എല്ലാ സംഹിതകളിലും ദിനചര്യ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അണ്ടറിൽ ഈ പല്ല് തേക്കുന്നതിനെ പറ്റി, പല്ല് തേക്കാൻ ഉപയോഗിക്കേണ്ട ദ്രവ്യങ്ങളെ പറ്റിയിട്ടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ ആയുർവേദത്തിനെ ഫോളോ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ ദിനചര്യയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദിനചര്യ ചാപ്റ്ററിൻ്റെ അകത്ത് അർക്കം, നയഗ്രോധം, കരിഞ്ചം, കകുംബം, നിംബം എന്നീ പറയുന്ന മരങ്ങളുടെ തണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുർവേദം പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മരങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് കെമിക്കലുകളല്ല, അതിൻ്റെ അകത്ത് ഔഷധ ഗുണങ്ങളാണ് ഏറെയുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള മരങ്ങളുടെ കാഷ്ടങ്ങൾ ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ അതിനകത്തുള്ള രസം നമ്മളെ വയറ്റിനകത്തേക്ക് എത്തിച്ചേരിക്കും, നമ്മളെ വയറ്റിനകത്തുള്ള ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം കെമിക്കലുകൾ വയറ്റിലെത്തി നമുക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിന് പകരം നമ്മളെ ആരോഗ്യത്തിന് ഉത്തേജനം നൽകുന്ന ഇത്തരത്തിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ബ്രഷിംഗ് രീതികൾ നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള മരത്തണ്ടുകൾ ഉപയോഗിച്ച് നമ്മളെ ചെറുവിരലിൻ്റെ വലുപ്പത്തിലുള്ള മരത്തണ്ടുകളാണ് ഉപയോഗിക്കേണ്ടത്. അത് കടിച്ച് ബ്രഷ് പരുവത്തിലാക്കി നമ്മൾ ബ്രഷ് ചെയ്യും. നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മൾ പല്ലിനടിയിലുള്ള ചെറിയ ആഹാര പദാർത്ഥങ്ങൾ വരെ നീക്കിയിട്ട് നമ്മളെ വായ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ആയുർവേദം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൂർണങ്ങൾ ചേർത്ത് നമ്മൾ പല്ല് തേക്കാൻ പറയുന്നത്. ത്രികടു, ത്രിജാതകം പോലുള്ള ചൂർണങ്ങളിനകത്ത് നെയ്യ് അതുകൂടാണ്ട് തേന്, ഉപ്പ് എന്നിവ ചേർത്ത് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി ആയുർവേദം പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പല്ല് തേക്കിച്ച് കഴിഞ്ഞാൽ മോണരോഗങ്ങളൊന്നും വരാതെ സംരക്ഷിക്കും. അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല ഒരു സുസ്ഥിരമായിട്ടുള്ള ആരോഗ്യം കൈവരിക്കാൻ പറ്റും. അപ്പം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആയുർവേദത്തിൻ്റെ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഓറൽ ഹൈജീനുകൾ ഫോളോ ചെയ്ത് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ത്രികടു, ത്രിഫലം, ത്രിജാതകം, സൈന്ധവം, ഉമിക്കരി എന്നിവയൊക്കെ ചേർത്ത് ഹോംമെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ദന്തകാന്തി ചൂർണം അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി.